ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈ മലയാളികളെ എല്ലാവരെയും യുണൈറ്റ് ചെയ്യാൻ പറ്റുമോ അറിയാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ പാർട്ടായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പാണ് നമുക്കൊന്ന് എലിസബത്തിൻ്റെ വീട് വരെ പോകണം. പുള്ളിക്കാരത്തി ഒരു ഡിസൈനറാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവളെ വീട് വരെ പോയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ഒന്ന് റെഡി ആക്കണം. ഓരോ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ഗായ്സ് പീറ്റർ പാർക്കറിന്റെ വീട്. അവൻ കടിക്കൂ ഇല്ല? അവനാണത് അടിപൊളി. ഞാൻ ഒന്ന് അകത്ത് കയറിയിട്ടേ തുറക്കാം. ഇതാണ് എലിസബത്തിന്റെ പട്ടി. ഗുഡ് ബോയ് ആണോ നീ? ഗുഡ് ബോയ്. അയ്യോടാ, ഈ സാധനം വാങ്ങിട്ട് അകത്ത് കയറാം. അത് കൂരിപ്പോയി. ഓ ഷിറ്റ്, എന്നെ ഇന്ന് തള്ളക്കി വിളിക്കുകയുള്ളൂ. സോറി, അറിഞ്ഞുകൊണ്ടല്ലേ, എന്നൊന്നും ചെയ്യരുത്. ഈ സംഭവം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കേരളത്തിലുള്ള കുറച്ച് ടെക്സ്റ്റൈൽ സംഭവങ്ങളെല്ലാം ഇല്ലേ, മാനുഫാക്ചേഴ്സ്, ഫാബ്രിക് ഉണ്ടാക്കുന്നവർ, സ്റ്റിച്ചിങ് സെന്റേഴ്സ്, ഡിസൈനേഴ്സ്, ഇവരെല്ലാം അവിടെ യുണൈറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് നോക്കുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സംഭവം. നമുക്കിപ്പം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 പ്രൊഡക്റ്റാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഷർട്ടുണ്ട്, കുർത്തുണ്ട്, സാരി ഉണ്ട്, ഒരു സ്കേർട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ 4. ഇതിന് മെയിൻ പ്രയോറിറ്റി കൊടുക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ടിനും സാരിക്കും. ഇത് രണ്ടും നമുക്ക് ഡിസൈൻ ഇല്ല. കേരളത്തിന്റെ തന്നെ ഒരു ചോദുന്ന ഓണത്തിന് പറ്റിയ സാധനം നമ്മൾ സെറ്റ് ചെയ്യണം. ഞാൻ അയച്ച റെഫറൻസ് കൊള്ളൂലേ? ഞാൻ അയച്ച റെഫറൻസ് കൊള്ളൂല എന്ന് പറഞ്ഞു. നോർമൽ സാധനമാണ്. അതാണ് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത്. നീ പക്ക ട്രഡീഷണൽ സാധനത്തിലോട്ടാണോ പോകുന്നത്? കണ്ട, ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. നോർമൽ ഒന്നും പറ്റൂല, നമ്മള് കുറച്ച് ഹൈയസ്റ്റ് ആയിട്ട് ഹൈ ലെവലിൽ പിടിക്കാൻ നിൽക്കുക. കറക്റ്റ് ആ ഒരു പ്രിന്റ് പഴയ ഒരു സംഭവം ഉണ്ടല്ലോ, അതിലോട്ട് പോകുന്നത് അങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണം. പക്ഷെ കാണാൻ നല്ല ലുക്കായിരിക്കണം. ആൾക്കാർക്ക് ഡെയിലി വേറായിട്ടൊക്കെ ഇടാൻ പറ്റി കഴിഞ്ഞാൽ ബെറ്റർ ആയിരുന്നു. ഞാൻ ഡിസൈൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മെയിൻ ആയിട്ട് എന്തെങ്കിലും ബുക്കിൽ എന്തെങ്കിലും പടം വരും, എന്നിട്ട് അതിലെവിടെയൊക്കെ എന്തൊക്കെ വേണോ നമ്മൾ ടൈപ്പ് ആക്കും. എന്നിട്ട് അത് നേരെ എടുത്ത് ഇതിലിടും, ഏത് ചായശേപ്പിറ്റി ഇടും. എന്നിട്ട് ഒരു ഇതുണ്ടാക്കിയെടുക്കും. എൻ്റെ പേരെന്ന് പറയാൻ ഒരു ഡിസൈൻ്റെ റെഫറൻസ് ഉണ്ടാക്കിയെടുക്കും. അതിന് ക്യാൻവയിൽ പോയിട്ട് വരച്ച് സെറ്റാക്കി ഡിസൈൻ ആക്കിയെടുക്കും. നമ്മുടെ ഡിസൈൻ സത്യം നമ്മളോട് ആന്റീന്ന് ഞങ്ങളവിടൊക്കെയാണ്. ഒരു വഴിയില്ല, ഒന്നുകിൽ നമ്മളെ കാണണം, ഇല്ലെങ്കിൽ ഇത് കാണണം. രണ്ടും കൂടി ഒരുമിച്ചാണുള്ള വഴിയില്ല. എന്നാലും ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മളെ കണ്ടു ഡിസൈനൊക്കെ ആയിട്ട് ഞാൻ പറയാം. ഓണത്തിന് നമ്മളെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെടണം, സെയിൽ ചെയ്യണം. അങ്ങനെയല്ല, അതൊക്കെ. അല്ലാണ്ട് ഈ ഓണത്തിന് നമുക്കൊരു ഡിസൈൻ മോട്ടീഫ് ഒക്കെ കാണത്തില്ല, ഇങ്ങനെ ഇപ്പം ലോട്ടസ് അങ്ങനെയൊക്കെ പറയുന്ന പോലെ. കൊള്ളേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷർട്ടിന് മാച്ച് ആയിട്ടായിരിക്കുന്ന സാരി തന്നെയാണ് കപ്പിൾ ഔട്ട്ഫിറ്റ് പോലെ. പക്ഷെ സാരി എനിക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മളെ ട്രഡീഷണൽ സാധനം വേണം എന്ന് പറഞ്ഞാൽ മലയാളികളാണ്, കേരളമാണ് ഓണമെന്ന് എന്നുള്ള ഒരു ഐഡിയ അതിനകത്ത് വരണം. ഡിസൈൻ എങ്ങനെയായാലും ഓവറായിട്ട് വർക്കോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് എന്താ പറയാൻ ഒരു പൊലിപ്പിക്കലല്ലാണ്ട് കാണുമ്പോ ഒരു വാവ് മനസ്സിലായ? എന്റെ മൈൻഡ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തേക്ക് യൂസ് ചെയ്യണം. എന്നാ കണ്ട പക്ക ട്രഡീഷണൽ ആവല്ലേ, എന്നാ ട്രഡീഷണലായിരിക്കും. അത് ആവേണ്ടത് അതിൻ്റെ ഒരു കളർ ഷെയ്ഡും എന്താ ഈ മോട്ടീഫൊക്കെ വെച്ചിട്ടായിരിക്കണം, അതിന്റെ പ്രിന്റ്സും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കണം. ഇതിൽ തന്നെ
കുറച്ചും കൂടി എന്തോന്നു കേരള ടച്ച് വരും. അത് ലൈക്ക് എന്താ പറയാ, കേരളത്തിന്റെ എന്തെങ്കിലും ഒരു എലമെന്റ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റും. കേരളത്തിന്റെ എലമെന്റ്സ് ആണ് ഈ പൂക്കൾ. ഇത് കണ്ട ഈ പൂ, നീ സൂം ചെയ്ത് നോക്ക്. ഇതെന്താണ്? ഇത് മറ്റേ ശരിയാണ്, ഓണത്തിനിടുന്ന ഓരോ ദിവസം ഇടുന്ന സംഭവം. ഇപ്പൊ എനിക്ക് അറ്റത്ത് കസവും അറ്റത്ത് കസവും ഇതേപോലെ ഫ്ലോറൽ ഡിസൈനും ആണെന്നുണ്ടെങ്കിൽ ഏത് ഫാബ്രിക് ആയിരിക്കും? കോട്ടൺ തന്നെ വേണം. കോട്ടൺ റയോൺ ഒക്കെ യൂസ് ചെയ്യാം. റയോൺ നല്ലതായിരിക്കും അതിന്. റയോണും ഏകദേശം ഇങ്ങനത്തെ നല്ല കട്ടിയുള്ള ഒരു ട്രാൻസ്പെറൻസ് സാധനമൊന്നുമല്ല. എന്ന് പറഞ്ഞൊരു കോട്ടന്റെ ഫീലും വരും. എന്നാ കുറച്ച് സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. മറ്റേ പോലെ ഭയങ്കര കോട്ടൺ പോലെയൊക്കെ സ്റ്റിഫ് അറ്റത്ത് കസവും ഈ ഫ്ലോറൽ ഡിസൈനും വരണമെന്നുണ്ടെങ്കിൽ കോട്ടൺ അല്ലെങ്കിൽ റയോൺ ഫാബ്രിക്. ഓർഗനൈസ് ചെയ്യാൻ പറ്റൂല. ഓർഗൻസയിൽ എങ്ങനെ കസവ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പ്രിന്റ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. ചെയ്യാം, നമ്മളല്ലേ ഇറക്കുന്നത്, നമ്മളല്ലേ ചെയ്യിപ്പിക്കുക. കസവ് പ്രിന്റ് ആയിട്ട് ചെയ്താൽ മതി. വീവിങ് സാധനമല്ലല്ലോ ഇതൊക്കെ, വീവിങ്ങിൽ വരുന്നതാണ്. അല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ആയിട്ട് ചെയ്യാം. നീ പറഞ്ഞ കസവ് വീവ് ചെയ്ത് കയറ്റണമെന്നുണ്ടെങ്കിൽ കോട്ടൺ ഓർ മറ്റേതാണ്. മറ്റേതിൽ ചെയ്യാൻ പറ്റും. വീവിങ് അല്ലാതെ ഇതേ ഫാബ്രിക്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാത്തിനും ചെയ്യാമല്ലോ. അത് പ്രിന്റ് അല്ലേ. ഒരു ഡിസൈൻ നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടാ. പക്ഷെ ഇത് അതേപോലെ ചെയ്താൽ കോപ്പി അടിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്പയർ ആവും. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കും. എന്താണ് ഇൻസ്പിറേഷൻ ആവാൻ കോപ്പി അടി പാടില്ല. ഫലിതം 10-13. ഇൻസ്പയർ നമ്മൾ അർത്ഥത്തിന്റെ ഉപയോഗിക്കുന്ന പൂക്കൾ അത് വെച്ചിട്ട് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം. ഇതിലിപ്പം പാറ്റേൺ ആയിട്ട് വേണോ അതിങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് വേണോ? അതന്നെ. ഇതിലിപ്പോ എന്ന് പറഞ്ഞാൽ എന്തോന്ന് ഫ്ലവേഴ്സ് പല പല സ്ഥലത്ത് അങ്ങനെ അങ്ങനെ ഇട്ടായിരുന്നു. ഫ്ലവേഴ്സ് കൂട്ടിയിട്ട് പാറ്റേൺ ആക്കി സെറ്റ് ചെയ്താലും ഭയങ്കര ബോറായിരിക്കും. ചെയ്തിട്ടുണ്ട് കേട്ടാ, ഭയങ്കര അപ്പൊ സ്കാറ്റേർഡ് ആയി കിടക്കുന്ന പൂ. ഇതിലിപ്പോ ലീഫ് കൂടി ഉണ്ട്, പെറ്റൽസ് മാത്രമല്ല. എനിക്ക് ഈ ടൈപ്പ് സാധനം വലിയ ദൂരമില്ല. ഇതൊക്കെയാണ് നമ്മളൊക്കെ വിഭാഗമല്ലോ. ഇത് നൈസല്ലേ. അറ്റത്ത് കസവിന് ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ എന്നിട്ട് കസവിന് പകരം നമുക്ക് പൂ ചെയ്യാം. അപ്പൊ ഇതേപോലെ സ്കാറ്റേർഡ് ആയി കിടന്നിട്ട് അറ്റത്ത് ഈ സാധനം ചെയ്യാം. അപ്പൊ കസവ് റിമൂവ് ആയിട്ട് ഫുള്ളി പ്രിന്റഡ് ആയിട്ടിരിക്കും. സാരിയില് കണ്ട ഒരു ഐഡിയ ഇങ്ങനെ കയറി വന്ന് എന്റെ ഒരു അഡ്വൈസ് സ്വീകരിച്ചു. അതിനെ വാഴ പറയുന്നിരിക്കുന്നു. വാഴ തന്നെ, വാഴയും പൂങ്കുലയും. പൂങ്കുലയ്ക്ക് പൂങ്കുല റെഫറൻസ് ഇതിന്റെ മുന്താണിയല്ലേ. ഇനിയിപ്പം എന്റെ മോനെ സദ്യ ഇറങ്ങിയത് കണ്ട കഴിഞ്ഞ വാഴയാണോ തെങ്ങാണോന്ന് അറിഞ്ഞൂടാ. തെങ്ങാണെന്ന് തോന്നുന്നു. മുക്കുറ്റി പൂ. മുക്കുറ്റിയാണ് കേട്ടോ. അറിയാത്തോണ്ട് നിനക്ക് നമുക്കിപ്പം സാരി ഫാബ്രിക് കോട്ടൺ 100% പ്യൂർ. പിന്നെ ബ്ലെൻഡ് എന്തൊക്കെ ബ്ലെൻഡ് വന്നാൽ ബ്ലെൻഡ് നല്ലതായിരിക്കും. കുറച്ച് ഒഴുകി കിടക്കും. കോട്ടൺ പോളിസ്റ്റർ ബ്ലെൻഡ്. നോക്കട്ടെ, കറക്റ്റ് മാനുഫാക്ചറിങ് സോഴ്സും കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കതറിൽ ചെയ്യും. എന്നിട്ട് നീ 1500 കൊടുക്കും. സ്വാഭാവികമായിട്ട് വില കൊടുക്കില്ല. ഓണത്തിന് എത്ര നാളും കൂടെ ഉണ്ട്? ഓഗസ്റ്റ് വരെ ഉണ്ട്. ഇതിന്റെ മെയിൻ ഉദ്ദേശം ഓണം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ആൾക്കാർ യുണൈറ്റ് ചെയ്യണം. കേരളത്തിലുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അതെല്ലാം
ഒന്ന് സെറ്റ് ആക്കണം. നമ്മൾ ആൾക്കാർ ഭയങ്കര പൊട്ടൻഷ്യലാണ് മലയാളികൾക്ക്. പക്ഷെ ഒരു സാധനത്തിൽ ഇങ്ങനെ സ്കാറ്റേഡ് ആയി കിടക്കുകയാണ്. അതിനൊന്ന് യുണൈറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇവിടുത്തെ തന്നെ കുറെ ക്ലോത്തിങ് ബ്രാൻഡുകളുണ്ട്, കുറെ സലൂൺസ് ഉണ്ട്, യൂസ്ഫുൾ ആയിരിക്കും ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ. തൂകി ചുവന്ന വരകൾ തൂക്കി കരങ്ങൾ തൂകി തൂകി, ഇതിലൊരെണ്ണമാണ് നമ്മളെ ഇൻസ്പിറേഷൻ. ഒരെണ്ണമാണ് നമ്മളെ ഇൻസ്പിറേഷൻ. ഇതിലിപ്പോ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്തമിട യൂസ് ചെയ്യുന്ന കുറച്ച് പൂക്കളില്ലേ, അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കും. അത് വെച്ചിട്ടൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യും. ഈ അത്തത്തിന് വരുന്ന കസവിന് പകരം എന്തോന്നായിരുന്നു, കസവിന് പകരം പൂക്കൾ വെച്ചിട്ട് ഒരു ബോർഡർ പോലെ സെറ്റ് ചെയ്യും. നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഫ്ലവേഴ്സ് യൂസ്ഡ് ഫോർ അത്തം തപ്പുകയാണ് സുഹൃത്തുക്കളെ. കഷ്ടപ്പെട്ടു. അത്ത THAM. ഇത് അത്ത. നീ ഏതൊരു പഠിച്ച എന്തോ പഠിക്കുന്നത്? എവിടെ? അല്ല ഇല്ലായിരുന്നു. അത്തപ്പൂവ, അത്തപ്പൂക്കളം, ഫ്ലവേഴ്സ്. ഓരോന്നായിട്ട് എണ്ണിയെടുത്തു. എല്ലാരും ചെയ്യുന്ന പോലെ നമുക്ക് ChatGPT ചോദിക്കാം. ഓരോ ദിവസത്തേക്കുള്ള പൂക്കളെ കിട്ടിയിട്ടുണ്ട്. ChatGPT ഒന്നുമില്ല. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പ പ്ലസ് മുക്കൂറ്റി എടുത്തിട്ട് അടുത്ത് ആഡ് ചെത്തി അത് പോകുന്നു. അടുത്ത ആട് കറക്കം പോകും. ഇല്ലെങ്കിൽ ഇവർക്ക് തുമ്പ ആഡ് മുക്കുത്തി പ്ലസ് ആഡ് മുക്കുത്തി അങ്ങനെ തരായിരുന്നു. മുക്കുത്തി തുളസി ഉണ്ട്. തുമ്പ, മുക്കുറ്റി, ചെത്തി, കാക്കപ്പൂവ്, തുളസി, ചെമ്പരത്തി, മാരിഗോൾഡ്, ലോട്ടസ് പെറ്റൽസ്, പവിഴമല്ലി ആൻഡ് ഓൾ ഫ്ലവേഴ്സ് കമ്പൈൻഡ്. ഇതാണ് 10 ദിവസം ഇടുന്ന അത്തം. അത്തം, ചിത്ര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ടം, മൂലം, പൂരാണം, ഉത്രാടം, തിരുവോണം. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. കംപ്ലീറ്റ് നമ്മൾ അത്തപ്പൂക്കളുമായിട്ട് സാരി മാറ്റാൻ പോകുന്നു. ഫ്രഷ് ഡിസൈൻ. കൺസെപ്റ്റ് ഫ്രഷ് അല്ലെങ്കിലും പിന്നെ ഓണത്തിന് എന്തോ കൺസെപ്റ്റ്. ഓണത്തിന് ഇപ്പൊ നമുക്ക് മാവേലിക്ക് ഗ്രാനുമേള കൊണ്ടുവരാൻ പറ്റൂലല്ലോ. ഓണത്തപ്പൻ എന്ന് പറഞ്ഞ ഒരു മണ്ണിൽ ചെയ്യുന്ന ഒരു സാധനം, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം, ഒരു നടുക്ക് വയ്ക്കുന്ന സാധനമല്ലേ. പൂക്കള് കിട്ടി. നമുക്കിനിയിപ്പോ ഏതൊക്കെ പൂക്കളുണ്ടെന്ന് നോട്ട് ചെയ്തിട്ട് ആ പൂക്കളുടെ ഫോട്ടോസ് കണ്ടുപിടിക്കാം അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ ഫൈൻ. അപ്പൊ ഇനി ഓരോ പൂവിന്റെ ഫോട്ടോസ് ഇൻട്രസ്റ്റിംഗ് ആണ്. വേറെ ഏത് ബ്രാൻഡ് ഉണ്ട് നിങ്ങളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തുടക്കുന്നിട്ട് അവസാനം വരെ കൊണ്ടുവന്നത്? അവസാനം വരെ പോകുന്നുള്ളൂ, ഇതിന് തുടക്കം കഴിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോ ചെയ്യുന്ന തുമ്പ, മൂക്കുറ്റി, ആടിച്ചെത്തി, കാക്കപ്പൂവ്, തുളസി, ചെമ്പരത്തി, മാരിഗോൾഡ്, നമ്മൾ ഇതൊക്കെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ട് എന്തോന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ സാധനത്തിന് ഓണത്തപ്പം വെക്കും. ഓണത്തപ്പനൊക്കെ വെച്ചിട്ട് ഡിസൈൻ സെറ്റ് ആക്കും. അപ്പൊ ഈ നമ്മൾ കൊടുക്കുന്ന ബോർഡർ വെച്ചിട്ട് തന്നെ ഷർട്ടിലോട്ട് ഡിസൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ പരിപാടി തീരുള്ളൂ. ഇവിടെ ബാക്കിൽ വെക്കണോ? എന്റെ മറ്റേ ചെടിയുടെ ബ്ലോഗ് കണ്ടിട്ട് പ്രൗഡ് ഈവന്റ് ഫോർ മീ. നിനക്ക് അങ്ങനെ തോന്നൂലേ നിന്റെ സാധനം ഫ്രണ്ട് ചെയ്യുന്ന ഒരാൾ നോക്കുമ്പോ? നിന്റെ ഫ്രണ്ട് ഇരുന്നിട്ട് നീ ചെയ്ത സാധനം ഒരാൾ ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുമ്പോ നിനക്കൊരു അങ്ങനത്തെ ഫീൽ എല്ലാവരും ഇങ്ങനെ പറയും, കുറ്റം പറയും എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ പേര് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ ചെയ്ത വീഡിയോ എന്റെ ഫ്രണ്ട് ഇരുന്ന് വേറെ ആൾക്കാർ ഇങ്ങനെ 10 പ്രാവശ്യം ഇങ്ങനെ ഇട്ടിട്ട് കാണുമ്പോ നമുക്കൊരു എന്തൊരു കൊല്ലണമല്ലോ. അവരുടെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്ന അവരും നമ്മുടെ ആ ഫോൺ താഴ്ന്നു. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോ കുറ്റം സംസാരത്തിന്റെ സംസാരമാണ് അതിനകത്ത് മെയിൻ. സംസാരം കൊള്ളൂലെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് മുഖത്തുള്ള അടിയാണത്. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? കൊള്ളൂലെന്ന് പറയുന്ന കുറെ ആൾക്കാര്
പറയട്ടെ. പക്ഷെ അവർ വീഡിയോ കാണുന്നുണ്ട്, നമുക്ക് ആവശ്യം ഒരു വീഡിയോ കാണണമെന്നുണ്ട്. എന്നെ ഇതേപോലെയൊക്കെ വീഡിയോ ചെയ്തിട്ട് എൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് ഇതേപോലെ ചോദിക്കും, ടോഫീക്ക് ഇങ്ങനെയുണ്ടാ വീഡിയോ ഇട്ട് കൊള്ളാമോടാ, അതൊക്കെ എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കും. ഞാൻ പറയും കൊള്ളാം, കൊള്ളൂല്ലെങ്കിലും നീ ചെയ്യുന്നെങ്കിലും ഉണ്ട്, അവരത് ചെയ്യുന്നുമില്ല. അപ്പൊ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. വെറും കോപ്രായം കാണിച്ച് അങ്ങനെ ആവാതിരുന്നാൽ മതി. അങ്ങനെ ആവാതിരുന്നാൽ മതി. ജെന്യുവൻ ആയിരിക്കുക, അത്രേ ഉള്ളൂ. ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്യാതിരുന്ന. ഞാൻ പറഞ്ഞിട്ടില്ല, കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ തുടങ്ങാതിരിക്കണ ആരെങ്കിലും തുടങ്ങാം, എവിടെയെങ്കിലൊക്കെ തുടങ്ങി വെക്കുക, പതിയെ സെറ്റ് ആവും. അപ്പൊ ഞാൻ ഇങ്ങോട്ടൊന്ന് വരച്ചാലും വരയ്ക്കാം. കൊച്ചു ശരിയല്ല, അതൊന്നും പറയാൻ സമ്മതിക്കില്ല. പാട്ടൊക്കെ നമുക്ക് ഫസ്റ്റ് തുമ്പ വരയ്ക്കാം. ഓക്കെ, ഇവിടെ തുറമുണ്ടോ ഞാൻ പേനായിട്ട് വരച്ച് തീർന്നു. കണ്ടോ, ഒരു സാധനമായിട്ട് ഇത് കാണാൻ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ വരച്ച് കഴിയുമ്പോൾ നമുക്ക് സെറ്റാക്കാം. തുമ്പപ്പൂളർത്താം. ഇപ്പൊ ഞാൻ വരച്ച തുമ്പപ്പൂവാണ് കാണുന്നത്. പക്ഷെ കൈൻഡ് ഓഫ് ഇങ്ങനെയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു പിക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ജെമിനിയിൽ കൊടുക്കും. ജെമിനിയിൽ കൊടുത്തിട്ട് നമുക്ക് അതിന്റെ പെറ്റൽസും ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമായിട്ട് ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് തരാൻ പറയാം. ഇതുപോലെ ഓരോ പൂവിലും ചെയ്ത് എടുത്തിട്ട് അവസാനം എന്തായി എന്നുള്ളത് ഞാൻ കാണിച്ചു. പണിയെടുത്ത് തളർന്നപ്പോ നമുക്ക് ചോറ് കിട്ടി. നല്ല കുത്തനരി ചോറ്. ഈ ചോറിന് അങ്ങനെയൊന്നുമല്ലല്ലോ അല്ലേ? അത് എന്തോ അരിയിലുണ്ടാക്കിയ ചോറ്. ഇതെന്ത് സാധനം ആൻറ്റി? തീയൽ, ഉള്ളിത്തീയൽ. ആം ഐ കറക്റ്റ്? ഇതാണ് സോസേജ് റോസ്റ്റ്. കാബേജ് അല്ലേ? കാബേജ് തോരൻ. നേരത്തെ നമ്മൾ കഴിച്ച മാങ്ങയുടെ ബാക്കിയിട്ട് അച്ചാറുണ്ടാക്കി. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് പഴുത്ത മാങ്ങയും. എൻ്റെ പാത്രം ഇരിക്കുന്ന നോക്ക്. ഇതാണ് എലിസബത്തിൻ്റെ. അയ്യോ, എൻ്റെ പകുതി പോലും ഇല്ല. ബാക്കിയൊക്കെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി. ഓക്കെ, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അടുത്ത് വീണ്ടും പണി. ഞാൻ എലിസബത്തിൻ്റെ പോർട്ട്ഫോളിയോ എല്ലാവരും കണ്ടില്ല എന്ന് പറയരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാവേ. ഒരുവിധം പരിപാടികളൊക്കെ സെറ്റാക്കി. നമ്മൾ ക്യാൻവലാണ് ഡിസൈൻ ഉള്ളത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ക്യാൻവ മറ്റേ ഫ്രെയിം എടുത്താൽ നമ്മളെ ചിത്തിപ്പൂ, ജമന്തിപ്പൂ, അങ്ങനെ കുറേ പൂക്കളൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് ആ സാധനം എടുത്ത് ഡിസൈൻ ഉണ്ടാക്കിയിട്ട് സാരി കഴിഞ്ഞില്ല, ഇനിയും പരിപാടികൾ ബാക്കിയുണ്ട്. പക്ഷെ ആ കളറും ഡിസൈനായിട്ട് മാച്ചായി പോകുന്നുണ്ട്. ഏകദേശം ഫൈനൽ ഔട്ട് ഇതേപോലെ ഇരിക്കും. നമ്മൾ ഇനി ഇതിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയ തുമ്പപ്പൂവും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ എന്താണെന്നുള്ളത് പ്രോഡക്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഷർട്ട്. അപ്പം ഷർട്ടിൻ്റെ വീഡിയോ അടുത്തേ കാണാം. ബൈ.